السلام عليكم. الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين برضا الله أما بعد. പാലക്കാട് ജില്ലയിലെ വാണിയംകുളം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ 1989 ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാൽ 14 വിദ്യാർത്ഥികളുമായി ആരംഭം കുറിച്ച മത ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് മാനു മുസ്ലിയാർ ഇസ്ലാമിക് കോംപ്ലക്സ്. 27 വർഷങ്ങൾ പിന്നിടുമ്പോൾ സമുന്നയ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തിനും സമുദായത്തിനും ഉപകരിക്കുന്ന രൂപത്തിലുള്ള വിദ്യാർത്ഥി വൃന്ദത്തെ സൃഷ്ടിച്ചെടുക്കാൻ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഉൾപ്പെടെ സമുന്നയ വിദ്യാഭ്യാസ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുകയും പഠനം പൂർത്തിയാക്കിയ 100-ൽ പരം വിദ്യാർത്ഥികൾ സമുദായത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് സന്തോഷത്തോടുകൂടെ അറിയിക്കുന്നതോടൊപ്പം ദീനിയായ വളർച്ചയിൽ പുറകിൽ നിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു പറ്റം ആളുകളുടെ ഇടയിൽ, വിശിഷ്യ അന്യ സമുദായക്കാർ കൂടുതൽ താമസിക്കുന്ന ഒരു പ്രദേശം, കാലിച്ചന്ത കൊണ്ട് പ്രസിദ്ധമായ ഈ പ്രദേശത്ത് നിസ്കരിക്കാൻ പോലും സൗകര്യമില്ലാത്ത ഒരു സ്ഥലം ഇന്ന് മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമായി മാറുകയും ചെയ്തു. അതും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തന മേഖലയിലെ ഒരു നല്ല നാഴികക്കല്ലാണ്. 400ഓളം വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഭക്ഷണ താമസ വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് പ്രതിമാസം 10 ലക്ഷം ഉറുപ്പിക ചെലവ് വരുന്ന ഒരു വലിയ സംവിധാനമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്ഥിരമായ വരുമാന മാർഗങ്ങളില്ലാത്ത ഈ മഹിതമായ സ്ഥാപനം മഹാന്മാരായ ആളുകളുടെ ദുആ ബറക്കത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ മഹത്തായ തൗഫീക്ക് കൊണ്ട് പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കൈമുതലായി ഒന്നുമില്ല, എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. 10 ലക്ഷം ഉറുപ്പികയുടെ വരുമാനം സമുദായത്തിന്റെ വറ്റാത്ത കാരുണ്യത്തിന്റെ ഉറവിടങ്ങൾ മാത്രമാണ് സ്ഥാപനത്തിന്റെ കൈമുതലായുള്ളത്. ഈ അവസരം 400ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ താമസ സൗകര്യത്തിന് ചില നിയമ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വന്നുപെട്ടിരിക്കുന്നു. 40 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഒരു കുട്ടിയുടെ താമസത്തിന് വേണമെന്ന സർക്കാർ തലത്തിലുള്ള നിർദ്ദേശങ്ങളെ മാനിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഈ വിഷയ പൂർത്തീകരണത്തിന് 10,000 സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങുന്ന ഒരു പുതിയ ബിൽഡിംഗ് നിർമ്മിക്കൽ നിർബന്ധമായി വന്നിരിക്കുന്നു. 10,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗിന്റെ പൂർത്തീകരണത്തിന് 1.5 കോടി രൂപ ചെലവ് വരുന്ന ഒരു വലിയ പദ്ധതിയാണ്. സാമ്പത്തിക ഞെരുക്കങ്ങൾ നിലനിൽക്കുമ്പോൾ ഇതിന്റെ പൂർത്തീകരണം വലിയ ഒരു പ്രയാസമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സ്ക്വയർ ഫീറ്റിന് 1,500 രൂപ എന്ന നിരക്കിൽ ഈ സംഖ്യ സ്വരൂപിച്ചെടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സുഹൃത്തുക്കൾ മരണപ്പെട്ടുപോയ മാതാപിതാക്കളുടെ പരലോക ഗുണത്തിനു വേണ്ടി, മക്കളുടെ, ഭാര്യയുടെ, കുടുംബാംഗങ്ങളുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലം നമ്മുടെ ഈ പ്രിയപ്പെട്ട ദീന് പഠിക്കുന്ന മക്കളുടെ താമസ സൗകര്യത്തിന് വേണ്ടി നൽകണമെന്ന് ഈ സന്ദർഭം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. മഹാരഥന്മാരുടെ കൈകളിലൂടെ ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആത്മീയമായ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഈ പരിശുദ്ധമായ സ്ഥാപനം ആത്മീയമായ വളർച്ചയിൽ മുന്നോട്ട് തോന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിങ്ങളും ഭാഗവാക്കാകണമെന്നും, ഒരു ജാരിയായ സ്വതക്ക, നിലനിൽക്കുന്ന സ്വതക്ക, മനുഷ്യൻ വഫാത്തായി കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് അവശേഷിക്കുന്നത്. അതിലൊന്ന് ജാരിയായ സ്വതക്കയാണ്. ഈ മക്കളുടെ താമസ സൗകര്യത്തിൽ നിങ്ങൾ സഹായിക്കണമെന്ന് ഈ സന്ദർഭം നിങ്ങളെ വിനയത്തോടെ ഉണർത്തുന്നതോടൊപ്പം നാളിതുവരെ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ ഒപ്പം നിന്ന, സ്നേഹിച്ച, സഹായിച്ച എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ഇരുവീട്ടിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്നും ദുആ ചെയ്യുന്നതോടൊപ്പം കഴിഞ്ഞ 27 വർഷങ്ങളായി സ്ഥാപനത്തിന്റെ വളർച്ചയിൽ ഒപ്പം നിന്ന്
ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരുപാട് സാധുക്കളായ രക്ഷിതാക്കളുണ്ട്, സ്നേഹിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്. അവരുടെ ഖബറുകളെ അല്ലാഹുവേ നീ സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാനെ. അവർ ജീവിതകാലത്ത് ഈ സ്ഥാപനത്തിന് ചെയ്തു തന്ന നന്മകളൊക്കെ അവർക്ക് ഹസനാത്താക്കി നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. നാളെ ഞങ്ങളെല്ലാവരെയും പരിശുദ്ധ സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാഹുവേ. ബിഹഖി ഹബീബിക മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.